ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള ഒരു ക്ഷണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. 10+2 എഴുതിയ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ജനറൽ ഡ്യൂട്ടി ഉണ്ട്, ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കുള്ള ഡ്യൂട്ടിയും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 11 ഫെബ്രുവരി തൊട്ട് ലൈവ് ആണ് കേട്ടോ. 11 ഫെബ്രുവരി തൊട്ടാണ് ലൈവ് ആയിട്ടുള്ളത്. എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ഫെബ്രുവരി വരെയാണ് കേട്ടോ. 25 ഫെബ്രുവരി വരെ, ഈ മാസം 11 തൊട്ട് 25 വരെ നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളൂ എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചാൻസ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻ എന്താണ്? മെയിൽ ഇന്ത്യൻ സിറ്റിസൺസ് പൊസസിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബിലോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? 12th പാസ് ആണ് നാവിക് ജനറൽ ഡ്യൂട്ടിക്കാർക്ക് വേണ്ടത്. ജനറൽ ഡ്യൂട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? 12ാം ക്ലാസ് പാസ്സായിരിക്കണം വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഫ്രം ആൻ എഡ്യൂക്കേഷൻ ബോർഡ്. എന്ത് പഠിച്ചിരിക്കണം? നിങ്ങൾ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചവരായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ എന്താണ്, ബയോളജി സയൻസ് പഠിക്കുന്നവർക്കാണ് മാത്സ് സയൻസ് ഒക്കെ വരുന്നത് അല്ലേ, മാത്സും ഫിസിക്സും വരുന്നത്. അപ്പോൾ അത് പഠിച്ചവരായിരിക്കണം ജനറൽ ഡ്യൂട്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാസിക് ജനറൽ ഡ്യൂട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ 12th എന്തിൽ പഠിച്ചിരിക്കണം? മാത്സ് വിത്ത് ഫിസിക്സ് എന്നുള്ളൊരു സബ്ജക്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ ഒന്നുമില്ല. എന്താണ്? 10th പാസ് ആണ് ചോദിക്കുന്നത്. 10ാം ക്ലാസ് എഡ്യൂക്കേഷൻ മാത്രമാണ് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 12th പാസും, ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ 10ാം ക്ലാസ് പാസും ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, മാർക്ക് ഷീറ്റ് വയൽ ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ മാർക്ക്, സബ്ജക്റ്റുകളുടെ മാർക്കൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, കൃത്യമായ മാർക്ക് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പഠിച്ച് കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ 10+2 കഴിഞ്ഞവർക്കാണ്. കാരണം മാർക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊന്നും ഈ ചാൻസ് ഇല്ല എന്ന് ആലോചിക്കുക. ഏജ് കാറ്റഗറി നോക്കിക്കോളുക. 18 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. 18 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 1 സെപ്റ്റംബർ 2003 31 ഓഗസ്റ്റ് 2007 ഇടയിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഇനി ഇതിൽ SC ST ആണെങ്കിൽ എന്തുണ്ട്, ഒരു 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. 27 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതേസമയം നമ്മുടെ ആരാണ്, OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 22+3 25 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാസ്റ്റ് റിസർവേഷൻ വയ്ക്കുന്നെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. വാക്കൻസി നമുക്ക് നോക്കാം. ടോട്ടൽ വാക്കൻസി 300 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. 300 വാക്കൻസിയാണ് ടോട്ടലി വിളിച്ചിട്ടുള്ളത്. അതിൽ നാവിക് GD വാക്കൻസി, ജനറൽ ഡ്യൂട്ടി വാക്കൻസി, അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നമുക്ക് സൗത്തേ വെക്കാം. നമുക്ക് സൗത്ത് ആണല്ലോ, അപ്പോൾ സൗത്തിലാണ് കേരള വരുന്നത്. അപ്പോൾ കേരള ബേസ് ചെയ്താണ് വെക്കുന്നതെങ്കിൽ 54 വാക്കൻസിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. 54 വാക്കൻസിയാണ്. അത് UR, EWS, OBC, ST SC ഒക്കെ എത്രയാണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കുറച്ച് വാക്കൻസി കുറവാണ്. 300 വാക്കൻസിയാണ് ഓവറോൾ വിളിച്ചിട്ടുള്ളത്. അതിൽ എത്രയാണ് GD വാക്കൻസിയിൽ, ജനറൽ ഡ്യൂട്ടി വാക്കൻസിയിൽ സൗത്തിന് നമുക്കുള്ളത് എന്താണ്, 54 വാക്കൻസീസ് ആണ്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് വേണം, സൗത്തിലേക്ക് വരുന്ന വാക്കൻസി എന്ന് പറയുന്നത് വെറും 9 വാക്കൻസിയാണ് കേട്ടോ. 9 വാക്കൻസി സൗത്തിൽ വിളിച്ചിട്ടുള്ളൂ എന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കിക്കോളുക. ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. വാക്കൻസി മനസ്സിലാക്കി ഫില്ല് ചെയ്യുക. EWSനൊക്കെ സൗത്തിൽ 1 വാക്കൻസി ഉള്ളൂ. അതൊക്കെ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം സോൺസ് കൃത്യമായി മനസ്സിലാക്കണം. സൗത്തിലാണ് നമ്മുടെ എന്ത് വരുന്നത്, കേരള വരുന്നത്. തമിഴ്നാട്, കേരള, കർണാടക, ലക്ഷദ്വീപ് ഒക്കെ വരുന്നത് സൗത്ത് സോണിലാണ്. അതുകൊണ്ട് അത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഈ വാക്കൻസി ചിലപ്പോൾ ടെൻറ്റേറ്റീവ് ആണ്, ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ആണ്. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും കാണും. 4 സ്റ്റേജ് വരെ ഉണ്ട്, വേറൊന്നുമല്ല. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ CBT സ്റ്റേജ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തത് മെഡിക്കൽ, നാലാമത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നോക്കാം. നമുക്ക് വരുന്നത് എന്താണ്, സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. വിത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ഇതിൻ്റെ ഒപ്പം എല്ലാത്തിലും കടന്നു പോകും കേട്ടോ. നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫും ഒക്കെ കൊണ്ടുവേണം പോകാൻ. എല്ലാ എക്സാമിനും നമ്മൾ പോകുന്നത് പോലെ തന്നെ ആധാർ ID യോ അല്ലെങ്കിൽ വോട്ടർ ID യോ എന്തെങ്കിലും കൊണ്ടുവേണം നമ്മൾ പോകാൻ. പിന്നെ ഈ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് വരും, അതൊക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ. നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ കൊണ്ടുവേണം നിങ്ങൾ പോകാനായിട്ട്.
അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ബയോമെട്രിക് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് നോക്കി വെക്കുക നിങ്ങൾ. അഥവാ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെക്ഷൻ 1 സെക്ഷൻ 1 എന്ന് പറയുന്നത് ഇതിലെന്താണ്, നമ്മുടെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുണ്ട്, പാസിംഗ് മാർക്കുകൾ പറഞ്ഞിട്ടുണ്ട്, റിമാർക്കുകളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ സെക്ഷൻ 1+2 കൂടെ ആഡപ്പ് ചെയ്താണ് വരുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. പാസിംഗ് ഇൻ സെക്ഷൻ 1 and 2 സെപ്പറേറ്റ്ലി ഈസ് കമ്പൽസറി. സെക്ഷൻ 1-ലും 2-ലും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പൽസറി ജയിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. സെക്ഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ ഇതെന്താണ്, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ട ഒരു കോമൺ മാർക്ക് വാങ്ങിച്ചാൽ മതി. UR/EWS OBC കാൻഡിഡേറ്റ്സിന് ഒരു 30 മാർക്കെങ്കിലും ഉണ്ടാവണം. SC/STക്ക് ആണെങ്കിൽ 27 മാർക്കെങ്കിലും ഉണ്ടാവണം. പാസിംഗ് മാർക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നാവിക് GD ആണെങ്കിൽ, അത് ജനറൽ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ സെക്ഷൻ 1+2 നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഒരു കട്ട് ഓഫ് ക്ലിയർ ആവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 മാർക്ക് UR/EWS OBC കാൻഡിഡേറ്റ്സ് വാങ്ങണം. സെക്ഷൻ 1-ൽ. സെക്ഷൻ 2-ലാണെങ്കിൽ 44 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. SC/STക്കാരാണെങ്കിൽ 44 മാർക്ക് വാങ്ങിക്കണം സെക്ഷൻ 1+2 ചെയ്യുമ്പോൾ കേട്ടോ. അത് നിങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ക്ലാസ് 10ന്റെ സിലബസിൽ വരുന്നതാണ് സെക്ഷൻ 1. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 കേട്ടോ. മാക്സിമം മാർക്ക് വരുന്നത് 60. അതിലെങ്ങനെയാണ്, ടൈം 45 മിനിറ്റ്സ്, 3/4 മണിക്കൂറുണ്ട്, 60 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള കാര്യമാണ്. ഇവിടെ എന്തില്ല, നെഗറ്റീവ്സ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്, നെഗറ്റീവ്സ് ഇല്ല. സബ്ജക്ട് വൈസ് നോളജ് എന്ന് പറഞ്ഞാൽ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിങ്, GK എല്ലാത്തിലും നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെ. മാത്സ് നിങ്ങൾ 10 +1 +2 പഠിച്ച സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് മാത്സ് ഉണ്ടായിരിക്കും, റീസണിങ് ഉണ്ടായിരിക്കും, GK ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, സയൻസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ ടോട്ടലി എത്രയാണ്, 60 മാർക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ടോട്ടലി വരുന്നത്. 60 ക്വസ്റ്റ്യന് 60 മാർക്കാണ് വരുന്നത്. പാസിംഗ് മാർക്ക് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 30 മാർക്ക് ആര് വാങ്ങിക്കണം, UR അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് വാങ്ങിക്കണം. 60-ന് പാസിംഗ് മാർക്കാണ്, 30 വാങ്ങണം. അത് കഴിഞ്ഞിട്ടുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ മിനിമം എന്താണ്, 30. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 27 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 10ന്റെ സിലബസ് ആയിരിക്കും വരുന്നത് കേട്ടോ. സെക്ഷൻ 1 എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വരുന്നത്. ഈ സെക്ഷൻ 1+2 ആണ് ആര് എഴുതേണ്ടത്, നമ്മുടെ ഈ പറയുന്ന ജനറൽ ഡ്യൂട്ടിക്കാർ. ജനറൽ ഡ്യൂട്ടി അല്ല, നമ്മുടെ ജനറൽ ഡ്യൂട്ടിക്കാർ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് വരുന്നത്, മാക്സിമം മാർക്ക് 50 വരുന്നത്. മാക്സിമം മാർക്ക് 50, ടൈം 30 മിനിറ്റ് ആണ്. സെക്ഷൻ 2 വരുന്നത്. സെക്ഷൻ 1+2 എഴുതേണ്ട ആരാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ ഇവരാണ് കേട്ടോ, ജനറൽ ഡ്യൂട്ടിക്കാരാണ് സെക്ഷൻ 1+2 എഴുതേണ്ടത്. സെക്ഷൻ 1 മാത്രം എഴുതേണ്ടത് ആരാണ്, ഡൊമസ്റ്റിക് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നത് 10ാം ക്ലാസ് യോഗ്യത ഉള്ളവരാണ്. മറ്റവരെന്ത് ചെയ്യണം, ഇത് രണ്ടും അറ്റൻഡ് ചെയ്യേണ്ടി വരും. മാത്സ്, ഫിസിക്സ് 25 വീതമാണ് ചോദിക്കുന്നത്. ഇതല്ലാണ്ട് സെപ്പറേറ്റ് ചോദിക്കും. സെക്ഷൻ 2 എടുത്ത് ചോദിക്കും. എന്താണ്, മാത്സും ഫിസിക്സും. അതിന് എത്രയാണ്, 50 മാർക്കാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു പാറ്റേൺ ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിലും അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, രണ്ടിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർ ഏത് കൊടുക്കണം, സെക്ഷൻ 1 ആണ് പഠിക്കേണ്ടത്. അതേസമയം +2 ആണ് യോഗ്യതയിലുള്ളവരാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിന് കൃത്യമായി നിങ്ങൾ മാർക്കും മേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്ലാസ് 12ലെ മാത്സ് ആൻഡ് ഫിസിക്സ് സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. മാർക്കിന്റെ നോർമലൈസേഷൻ കാര്യങ്ങളുണ്ട്. നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അതാണ് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് സെലക്റ്റഡ് ആയവർ എന്ത് ചെയ്യും, നേരെ എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആണ് അടുത്ത് വരുന്നത്. അതിൽ എന്താ വരുന്നത്, PET ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, ഓൾ കൈൻഡ്സ് അഡ്വൈസ് ടു ബി ഇൻ ദ പൊസിഷൻ ഓഫ് സ്പോർട്സ് ഡ്രസ്സിൽ തന്നെ പോകണം. ഷൂസ്, ടീഷർട്ട്, ട്രൗസർ എല്ലാം ഒരുപോലെ ഒരു സ്പോർട്സിൻ്റെ വെയറിങ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. 1.6 കിലോമീറ്റർ 7 മിനിറ്റ്സിൽ ചെയ്യണം. 20 സ്ക്വാട്ട്സ് ചെയ്യണം. 10 പുഷപ്പ്. ഈ 3 പ്രോസസ്സും ഒരുമിച്ചായിരിക്കും. ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓൾ 3 ടെസ്റ്റ് ഓഫ് PFT ആർ ക്യാരിഡ് ഔട്ട് ഇൻ വിത്തൗട്ട് എനി ബ്രേക്ക്. ഒരു ബ്രേക്കും തരാതെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് 1.6 കിലോമീറ്റർ 7 മിനിറ്റ്സിലും 20 സ്ക്വാട്ട്സും 10 പുഷപ്പുമാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ പ്രോസസ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത എല്ലാ രേഖകളും കറക്റ്റ് ആയിരിക്കണം. 10, +2, ആധാർ, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ എന്താ കണ്ടല്ലോ, ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കയറി നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ആവേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ്, അതായത് ഫിസിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കലും വരുന്നത്
കേട്ടോ. ആ ഒരു കാര്യങ്ങളുണ്ട്. കൃത്യമായി തന്നെ നിങ്ങളുടെ മിലിറ്ററി ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ എന്തിലേക്ക് കൊണ്ടുപോകും, നിങ്ങൾ അടുത്ത് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോകും. ട്രെയിനിങ് വരുന്നത് നമ്മുടെ INS ചിൽക്ക എന്ന് പറയുന്ന നമ്മുടെ ഒഡീഷയിലെ സ്ഥലത്താണ്. ഇത് വാട്ടർ ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് സീ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. നിങ്ങളുടെ ട്രെയിനിങ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. https://joinindiancoastguard.cdac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കയറി നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യമൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക. ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. നമ്മുടെ എക്സാം വരുന്ന ടൈം എന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചോളുക. ഓക്കെ, കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്ലൈ ചെയ്യുന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് എക്സാം വരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു ഏപ്രിൽ മാസം ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഈ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ സിറ്റിയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എവിടെയാണ് എക്സാമിനേഷൻ സിറ്റി കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് 5 പ്രിഫറൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ 5 പ്രിഫറൻസ് ഉണ്ടായിരിക്കും സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 പ്രോസസ്സിന്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത്, നിങ്ങളുടെ നിയറസ്റ്റ് പ്ലേസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഫില്ല് ചെയ്യുക. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് മിഡ് ഓഫ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ഏപ്രിൽ എന്നാണ് പറയുന്നത്. ഏപ്രിലിന്റെ അവസാനം അല്ലെങ്കിൽ ഇടയിൽ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും നടത്തും. സ്റ്റേജ് 2 വരുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നത് ഒരു ജൂൺ എന്ന് പറയുന്ന ഒരു ടൈമിലേക്കും സ്റ്റേജ് 3 അവസാനം വരുന്നത് സെപ്റ്റംബറിലേക്കാണ്. അതായത് മെഡിക്കൽ എക്സാമിനേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ ഉള്ള ഒരു സമയം വരുന്നത് എന്നാണ് സെപ്റ്റംബറിലായിരിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രോസസ്സ് ഉടനെ നടക്കും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്തെങ്കിലും വിളിക്കും, ട്രെയിനിങ്ങിനും കയറ്റും എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ നോക്കുക കേട്ടോ. റിസൾട്ടൊക്കെ ഉടനെ തന്നെ ഡിക്ലെയർ ചെയ്യും. ഈ 3 സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ എന്തിലേക്ക് വിളിക്കും, നിങ്ങളെ നിങ്ങളുടെ ഇതിന് വേണ്ടിയായിട്ട് വിളിക്കും കേട്ടോ. പിന്നെ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മെഡിക്കലിന് വരുന്ന കാര്യങ്ങളും ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 157 ആണ് കേട്ടോ. 157 ആണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളാം. 157 ആണ്. ചെസ്റ്റിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നുണ്ട് 5 സെന്റിമീറ്റർ കൂടുതൽ. പിന്നെ എന്താണ് ഒരു രീതിയിൽ ഹൈറ്റും പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കണം. ഒരു +-10 എന്ന് പറഞ്ഞ രീതിയിലേ നിൽക്കാവൂ. നിങ്ങളുടെ പൊക്കവും ഹൈറ്റും ആയിട്ട് പൊക്കവും വണ്ണവും ആയിട്ട് ഒരു ഇത് വേണം കേട്ടോ. ഒരു അനുപാതം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഹിയറിംഗ് ഒക്കെ നോർമലാണ്. ഒരു കാര്യമൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ടാറ്റു പെർമനന്റ് ബോഡി ടാറ്റൂസ് എല്ലാം നോട്ട് പെർമിറ്റഡ് എന്നാണ് പറയുന്നത് കേട്ടോ. പെർമനന്റ് ആയിട്ട് നമ്മുടെ കാണാൻ പറ്റുന്ന പ്ലേസസിൽ നിങ്ങൾക്ക് ടാറ്റൂസ് ഉണ്ടെങ്കിൽ അതെന്താണ് പ്രോബബ്ലി റിജക്ഷൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ബേസിക് ട്രെയിനിങ് നടക്കാൻ പോകുന്നത് ഇവിടെ കണ്ടാൽ അറിയാം. INS ചിലിക്ക ഫോളോഡ് ബൈ സി ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ് ഇൻ അലോട്ടഡ് ബ്രാഞ്ച്. നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒരു സി ട്രെയിനിങ് അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ടാവും എന്ന കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാ പ്രോസസ്സും പെട്ടെന്നായിരിക്കും നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഏപ്രിലിൽ, അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷൻ കാണും. ലാസ്റ്റ് മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാണും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ സ്റ്റേജിലൊക്കെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ക്വാളിഫിക്കേഷനിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്ര ഡീറ്റെയിൽസ് ആണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF ഞാൻ പിൻ ചെയ്തിരിക്കാം. ആ PDF കയറി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.